മേയർ ഡ്രൈവർ തർക്കത്തിൽ ഡ്രൈവർ യദുവിൻ്റെ ഹർജി തള്ളിക്കളഞ്ഞു. പോലീസ് അന്വേഷണത്തിൽ കോടതി മേൽനോട്ടം വേണം എന്ന ഹർജിയാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. തിരുവനന്തപുരം JFMC 3 ഹർജി തള്ളിക്കളഞ്ഞത്. മേയർക്കെതിരെ അന്വേഷണത്തിലാണ് മേൽനോട്ടം യദു ആവശ്യപ്പെട്ടത്. ഷഫീദ് റാവുത്തർ ടെലിഫോണിൽ ചേരുന്നു തിരുവനന്തപുരം നിന്ന്. ഷഫീദ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഈ ഹർജി തള്ളാനുള്ള സാഹചര്യം എന്തായിരുന്നു? KSRTC ഡ്രൈവർ തർക്കത്തിന് പിന്നാലെ ഡ്രൈവറായിട്ടുള്ള LH യദു കോടതിയിൽ സമീപിച്ചിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട മേയർക്കും സച്ചിൻ ദേവിനുമെതിരെ പോലീസ് കേസെടുത്തത്. കോടതി നിർദ്ദേശപ്രകാരമായിരുന്നു കേസെടുത്തത്. പിന്നാലെ യദു മറ്റൊരാവശ്യവുമായി കോടതിയെ സമീപിച്ചു. അത് കോടതി മേൽനോട്ടത്തിൽ ഈ പോലീസ് അന്വേഷണത്തിൽ കോടതി മേൽനോട്ടം വേണമെന്നുള്ളതായിരുന്നു. മാത്രമല്ല, ഇതിൽ യദു ചൂണ്ടിക്കാണിച്ച കാര്യം പോലീസ് തുടർ നടപടികളിലേക്ക് കടക്കുന്നില്ല, മാത്രവുമല്ല ഈ ആളുകൾ സഞ്ചരിച്ച വാഹനം കസ്റ്റഡിയിലെടുത്തില്ല തുടങ്ങിയ ആരോപണങ്ങളായിരുന്നു. എന്നാൽ ഇന്ന് പോലീസ് കോടതിയിൽ കുറ്റപത്രം നൽകി. മൊഴികൾ പോലീസ് രേഖപ്പെടുത്തി വരികയാണെന്ന് മേയർ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി ഇക്കാര്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. അതീവ സ്വഭാവമുള്ള അല്ലെങ്കിൽ അതീവ ഗൗരവ സ്വഭാവമുള്ള കേസായി ഇതിനെ പരിഗണിക്കാൻ കഴിയില്ലെന്ന പ്രോസിക്യൂഷൻ വാദം അത് അംഗീകരിച്ചുകൊണ്ടാണ് പോലീസ് അന്വേഷണത്തിൽ കോടതി മേൽനോട്ടം വേണമെന്നുള്ള ഹർജി തള്ളിയത്. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 ഈ ഹർജി തള്ളിയത്. ഏതായാലും യദുവിന്റെ ഒരാവശ്യം കോടതി തള്ളി എന്നുള്ളത് യദുവിനെ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ ഒരു തിരിച്ചടിയായി നമുക്ക് കണക്കാക്കാൻ കഴിയും. ഓക്കെ, താങ്ക് യു ഷഫീദ് റാവുത്തർ. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.